അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എളുപ്പത്തിൽ പ്ലം കേക്ക് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയായിട്ടാണ്. ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ചൂടായ ഒരു പാനിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കാരമൽ ചെയ്യാൻ വയ്ക്കാം. ഇളക്കി കൊടുക്കരുത്, ഹൈ ഫ്ലെയിമിൽ ഇടുകയും ചെയ്യരുത്. സിമ്മിലിട്ട് കാരമൽ ചെയ്തെടുക്കാം. പഞ്ചസാര മെൽറ്റായി വരുമ്പം ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ചൂട് കൂടുതലുള്ള ഭാഗവും വേഗം കരിഞ്ഞു പോകും. എല്ലാ ഭാഗവും ഒരുപോലെ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നത്. പഞ്ചസാര കാരമലായി വന്നിട്ടുണ്ട്. ഞാൻ അതിലേക്ക് നല്ല തിളച്ച വെള്ളം 3/4 കപ്പ് ഇതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. ഒന്നിച്ച് ഒഴിച്ചു കൊടുക്കരുത്. ആദ്യം കുറച്ച് ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെയും കുറച്ചെടുത്ത് കഴിച്ചിങ്ങനെ ആക്കി കൊടുത്താൽ മതി. അത് തിളച്ച് പൊന്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് വെള്ളം ഫുള്ള് ഒഴിച്ചിട്ട് കുറച്ച് സമയം ഒന്ന് തിളക്കാൻ വെക്കുക. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു ബൗളിലേക്ക് 1/4 കപ്പ് കാരക്ക, 1/4 കപ്പ് ട്യൂട്ടി ഫ്രൂട്ടി, പിന്നെ കുറച്ച് കറുത്ത മുന്തിരി, കുറച്ച് യെല്ലോ കളറുള്ള മുന്തിരിയും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച കാരമൽ സിറപ്പ് ചൂടോടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് കുതിരാൻ വെക്കുക. കാരമൽ ചൂടോടെ ഒഴിച്ചു കൊടുത്താൽ ഇതൊക്കെ ഒന്ന് സോഫ്റ്റായി കിട്ടും. പിന്നെ കാരമലിലേക്ക് ഫ്രൂട്ട്സിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് വരികയും ചെയ്തോളും. 3/4 കപ്പ് പഞ്ചസാരയിലേക്ക് ഒരു കഷ്ണം കറുകപ്പട്ടയും 3 ഗ്രാമ്പൂ, 3 ഏലക്കായ, ഒരു കഷ്ണം ജാതിക്ക ഇട്ട് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുക. ഒരു അരിപ്പയിലേക്ക് 1/2 കപ്പ് മൈദ, 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇതിട്ട് നല്ലതുപോലെ ഒന്ന് 3 പ്രാവശ്യം അരിച്ചെടുക്കുക. ഇതിൽ ഇങ്ങനത്തെ തരിയൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ അരിച്ചെടുക്കുന്നത്. കേക്ക് നല്ല സോഫ്റ്റും ആയിക്കോളും ഇങ്ങനെ അരിച്ചെടുത്താൽ. ഒരു ബൗളിലേക്ക് അരിപ്പ വെച്ച് നമ്മൾ ഷോക്ക് ചെയ്ത് വെച്ച ഫ്രൂട്ട്സ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കാരമൽ ഫുള്ള് ആ ബൗളിലേക്ക് ആവുന്നവരെ വെയിറ്റ് ചെയ്യണം. ഒരു ബൗളിലേക്ക് 4 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട എടുക്കാവും, ഫ്രിഡ്ജിൽ ഉപയോഗിക്കരുത്. മുട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ടൊന്ന് ബീറ്റായി വരുമ്പോൾ പഞ്ചസാര കുറച്ചിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. പഞ്ചസാര ഒന്നിച്ചിടരുത്, കുറച്ച് ഇടാവും. പഞ്ചസാര ഫുള്ളിട്ടതിന് ശേഷം നമുക്ക് ഹൈ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്യാം.
ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ച് വീണ്ടും ഒന്നും കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. വാനില എസൻസ് 1/2 ടീസ്പൂൺ ഒഴിച്ചത് നമ്മൾ ഏലക്കായ 3 ഇട്ടതുകൊണ്ടാണ്. ഏലക്കായ ഇടുന്നില്ലെങ്കിൽ 1 ടീസ്പൂണ് വാനില എസൻസ് ഒഴിക്കണം. ഇനി നമുക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. കുറച്ച് ഒഴിച്ച് കൊടുക്കണം, ഒന്നിച്ച് ഒഴിച്ച് കൊടുക്കരുത്. അത് ബീറ്റ് ആയതിനു ശേഷം നമ്മൾ കാരമൽ ഇരിച്ച സിറപ്പ് അതിലൊഴിച്ച് കൊടുത്ത് വീണ്ടും ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മൾ എടുത്ത് വെച്ച ഫ്രൂട്ട്സിലേക്ക് കുറച്ച് കാഷ്യൂനട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് അതിൽ കുറച്ച് മൈദപ്പൊടി ഇട്ട് ഞാൻ മിക്സ് ചെയ്തെടുക്കാം. മൈദപ്പൊടി ഇട്ട് നമ്മളിങ്ങനെ മിക്സ് ചെയ്യുന്നത് പിന്നെ നമ്മൾ കേക്കിൻ്റെ ബാറ്ററിലേക്ക് ഇടുന്നേരം അത് താന്ന് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ നമുക്ക് മേലൊന്നും കടിക്കാൻ കിട്ടില്ല, അടിയിൽ മാത്രമായി പോകുമല്ലോ. മുട്ടയുടെ ബാറ്ററിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. അതിനുശേഷം അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച ഫ്രൂട്ട്സും ഇട്ട് ഒന്നും കൂടി ഒന്നാക്കി കൊടുക്കുക. ഒരു ഭാഗത്തേക്ക് മാത്രമേ പിന്നെ ഇളക്കി കൊടുക്കാവൂ, 2 ഭാഗത്തേക്ക് ഇങ്ങനെ തിരിച്ചതാക്കി കൊടുക്കരുത്. അതുപോലെ ഇതുപോലെ ചെയ്ത പോലെ തന്നെ പിന്നെ ഇത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് തീരുന്നവരെ ഒന്നും ഫ്രൂട്ട്സും ഒന്ന് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് ഇങ്ങനെ ഇതാക്കി കൊടുക്കാം. സ്പീഡ് കൂട്ടാതാക്കി കൊടുക്കണം. സ്പീഡിലാക്കിയാൽ നമ്മൾ ബാറ്ററി താഴ്ന്നു പോകും. ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു കേക്കാണ്. ഇത് ആർക്കും ഉണ്ടാക്കാം. ഇത് കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റാണ് ഈ കേക്കിന്. നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. ബട്ടർ പേപ്പർ ആക്കി വെച്ചൊരു പാത്രത്തിലേക്ക് ഞാൻ ബാറ്റർ ഒഴിച്ച് കൊടുക്കുകയാണ്.
ഞാനിവിടെ 2 പാത്രത്തിലാണ് ആക്കി കൊടുക്കുന്നത്. ഞാൻ 2 കേക്കിലുള്ള മാവാണ് ഉണ്ടാക്കിയത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഉണ്ടാക്കിയ ഇതേ തന്നെ പകുതി എടുത്തങ്ങനെ ഉണ്ടാക്കിയാൽ മതി. ഇത്ര വലിപ്പമുള്ളത് വേണ്ടെങ്കിൽ എല്ലാം പകുതി എടുത്തങ്ങനെ ഉണ്ടാക്കിയാൽ മതി. ഇത് നമ്മൾ ടേപ്പ് ചെയ്തെടുക്കാം. എയർ ബബിൾസ് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ടേപ്പ് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 30 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. ഇത് റെഡി ആയിട്ടുണ്ടോ എന്ന് നോക്കാം. ഇത് റെഡി ആയില്ല. നമുക്കിത് കുറച്ചുകൂടി സമയം ഒന്ന് വെച്ചെടുക്കാം, 5 മിനിറ്റും കൂടി. ഇപ്പം കേക്ക് റെഡി ആയിട്ടുണ്ടത്. ഇപ്പോൾ നമ്മൾ ഫോർക്കൊണ്ട് കുത്തുന്ന ടൈമിലാവില്ല. റെഡി ആയാലും റെഡി ആയിട്ടുണ്ട്. നമുക്ക് കേക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് കട്ട് ചെയ്ത് നല്ല സോഫ്റ്റ് കേക്കാണ്. സോഫ്റ്റ് പോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ എനേബിൾ ചെയ്യുക.